മൗലിദിന്റെ പേരിൽ മുശ്രിക്കാവുന്ന? മൗലിദ് പാരായണം ചെയ്യുന്നിടത്ത് അള്ളാഹുവിനെ പങ്കാക്കുന്ന എന്ത് കാര്യമാണുള്ളത്? എന്ത് വിശ്വാസമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അതിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ഒരു കാര്യവും ഇല്ല. സന്തോഷം വരും. ആ വരി 1000 വട്ടം ചെല്ലിയിട്ട് നിങ്ങൾ പോയിക്കോളിയാ. ഞാൻ 1000 വട്ടം ചെല്ലിയിട്ട് ഞാൻ പോയി, പിന്നെ ആ അസുഖം എന്റെ വീട്ടിൽ വന്നിട്ടില്ല. രോഗശിഫ മങ്കൂസ് മൗലിദിലുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ നാടുകളിലെ പള്ളികളിലും വീടുകളിലുമായി മഹാന്മാരുടെ ആണ്ടുദിനം ആചരിച്ചുകൊണ്ടും അതുപോലെ നബിദിനം ആചരിച്ചുകൊണ്ടും മറ്റും വീടുകളിൽ മറ്റും വിശേഷ ദിവസങ്ങളായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന, അതായത് ഉദാഹരണമായി ഗൾഫിൽ പോകുന്നതിനും അതുപോലെ വീടുകൂടൽ സന്ദർഭവേളയിൽ ഏറ്റവും കൂടുതൽ സമസ്തക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണല്ലോ നേർച്ചയാക്കിക്കൊണ്ടും അല്ലാതെയുമുള്ള ഈ മൗലിദ് പാരായണം. ഈ മൗലിദ് പാരായണത്തിൽ റബിയുൽ അവ്വലിലും മറ്റും അല്ലാതെയും ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു മൗലിദ് ആണ് ഈ കാണുന്ന മങ്കൂസ് മൗലിദ്. അപ്പോൾ ഈ മൗലിദിനെ നമ്മുടെ നാട്ടിൻ ചുറ്റുഭാഗത്തുമുള്ള പുത്തൻവാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ കൂടുതലായും നബിദിനമാകുമ്പോൾ ശക്തമായി എതിർക്കാറുണ്ട്. കാരണം ഈ സമയത്താണ് റബിയുൽ അവൽ 1 മുതൽ 12 വരെ പള്ളികളിലും വീടുകളിലും വിശ്രമമില്ലാതെ ഈ മങ്കൂസ് മൗലിദ് ചൊല്ലി വരുന്നത്. അപ്പോൾ ഈ മങ്കൂസ് മൗലിദിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണ വന്നു പോയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ മങ്കൂസ് മൗലിദിന്റെ അർത്ഥം എന്താണെന്ന് പെട്ടെന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് പഴയ കാലത്തുള്ള ഒരു മൗലൂദ് കിതാബ്. ഈ കിതാബിൽ മങ്കൂസ് മൗലൂദിന്റെ ആദ്യമായി ഈ വരികൾ ഒന്ന് ശ്രദ്ധിക്കുക. യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബു മഖസദി. അർത്ഥം ശ്രദ്ധിക്കുക. യാ സയ്യിദ സാദാത്തി, എന്റെ യജമാനരിൽ യജമാനരെ, ജിഅതുക ഖാസിദ, ഞാൻ താങ്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അർജു ഹിമാക, ഞാൻ താങ്കളുടെ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു. ഫലാ തുഖയ്യിബു മഖസദി, എന്റെ ലക്ഷ്യത്തെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്, അതായത് നിങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം വേണം എന്നാണ് പറയുന്നത്. ശേഷം ഖദ് ഹല്ല ബി, എനിക്ക് വന്നിട്ടുണ്ട് മാ ഖദ് അലിമ മിനൽ അദാ, ഉപദ്രവത്തിൽ നിന്ന് നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് വന്നിട്ടുള്ള വിപത്തുകളൊക്കെ നിങ്ങൾ അറിയാവുന്നതാണ് എന്നാണ് അവിടെ പറയുന്നത്. വല്ലുൽമി വല്ലഹ്ഫി, എനിക്ക് വന്നു ചേർന്നിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് വന്നു ചേർന്നിട്ടുള്ള ആ വല്ലുൽമി അക്രമങ്ങൾ, അതായത് അനീതികൾ, വല്ലുഹ്ഫി ദുർബലതകൾ, ശദീദി നല്ലവണ്ണം എനിക്ക് വന്നിട്ടുണ്ട്, ഫഅസ്ഹദി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭാഗ്യം ചെയ്തു തരൂ, അതായത് അതിൽ നിന്ന് മോചനം കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ മോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാ സയ്യിദി സാദാത്തി, എന്റെ യജമാനരിൽ യജമാനരെ എന്ന് പറഞ്ഞുകൊണ്ട് തേടുന്നത്. അതിനുശേഷം ഈ സംഭവം എന്താണെന്നുള്ളത് സമസ്തയുടെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. പക്ഷെ ഇത് ചൊല്ലുന്ന അണികളായ ഒരാൾക്ക് പോലും ഇതിനെപ്പറ്റി അറിയില്ല. അറിയുമെങ്കിൽ ബുദ്ധിയുള്ളവൻ ആണെങ്കിൽ 100% അവൻ ഇത് ചൊല്ലുമായിരുന്നില്ല. അതായത് അന്നത്തെ മക്കാ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന മക്കാ മുശ്രിക്കിന്റെ പേര് അതിൽ പരാമർശിക്കുന്നുണ്ട്. ആ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് താൻ ആരാധിക്കുന്ന തന്റെ ബിംബത്തിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ബിംബം തലകുത്തി വീണ് കിടക്കുന്നു. അപ്പോൾ വളരെയേറെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ ബിംബത്തിനോട് ആവലാതി പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടിന്റെ ആദ്യത്തെ വരിയാണ് നമ്മൾ ഈ പാടുന്ന ഈ മൗലിദ് കിതാബിൽ ഈ കാണുന്ന ഈ വരികൾ. എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. അല്ലയോ ഞങ്ങളുടെ ഉത്സവാഘോഷങ്ങളിലെ ബിംബമേ അല്ലെങ്കിൽ വിഗ്രഹമേ, അല്ലദീ സഫ ഹൗലഹു, വിഗ്രഹത്തിന് ചുറ്റും വരിവരിയായി അണിനിരന്നിട്ടുണ്ട്. ആരി സനാദീദു, പ്രമുഖന്മാർ, മിം വഫ്ദിൻ, നിവേദക സംഘത്തിൽപ്പെട്ട, ബഈദിൻ വമിൻ ഖുർബി, ദൂരസ്ഥലങ്ങളിൽ നിന്നും, വമിൻ ഖുർബി, സമീപ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രമുഖരായ ആളുകളാണല്ലോ ഓ വിഗ്രഹമേ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന ഈ സംഭവമാണ് ഇതിൽ പറയുന്നത്. ഇത് വിഗ്രഹത്തിനോട് ഉസ്മാൻ ഇബ്നു ഉവൈരിസ് ആവലാതി പറയുകയാണ്. ശേഷം തനക്കസ്ത മഖ്ലൂബൻ, നീ തലകുത്തി നിൽക്കുന്നു. ഫമാദാക, എന്താണത്? ഖുല്ലന, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഫമിൻ ഹസ്നിനാ ഖദ്റത്തിൽ ആയിറു ബിസ്സുഹബി, ഞങ്ങളുടെ ദുഃഖത്തിൽപ്പെട്ടതാണ് എന്ത്? ശേഷം വൈൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ, ഇനി ഞങ്ങൾ കൊണ്ടുവന്ന തെറ്റുകൾ കൊണ്ടാണെങ്കിൽ ഫഇന്നനാ നബൂബി ഖറാറിൻ, ഞങ്ങൾ തീർച്ചയായും ഖേദിച്ചു മടങ്ങാം. വനൽവി അനിദംബി, ഞങ്ങൾ തീർച്ചയായും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്നാണ്. അപ്പോ അല്ലയോ വിഗ്രഹമേ, ഞങ്ങൾ ചെയ്ത വല്ല തെറ്റും കാരണമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് തരണമേ എന്നാണ് ബിംബങ്ങളോട് ഉസ്മാൻ ഇബ്നു ഉവൈരിസ് എന്ന മുശ്രിക്ക് തേടുന്നത്. അപ്പൊ ഇതാണ് പ്രവാചകന്റെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ചൊല്ലുന്നത്. ഈ ഉസ്മാൻ ഇബ്നു ഉവൈരിസ് എന്ന ആ പേര് കേൾക്കുമ്പോൾ കൂടെ ചൊല്ലുന്ന എല്ലാ അണികളായ മൗലിദ് അണികളും ഉസ്മാൻ ഇബ്നു ഉവൈരിസ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ഉറക്കെ ചൊല്ലാറുണ്ട്. കാരണം പാവപ്പെട്ട അണികളുടെ വിചാരം ഈ പറയുന്നത് 3ാം ഖലീഫയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹാണ് മുസ്ലിയാർ ഞങ്ങളെ കൊണ്ട് ചൊല്ലി കേൾപ്പിക്കുന്നത് എന്നാണ് ഈ പാവങ്ങളുടെ വിചാരം. അള്ളാഹു ഇനിയെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആ പാവങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ. മാത്രമല്ല മറ്റൊന്നാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഇർതഖബ്തു അലൽ ഖതാ ഗൈറ അസ്ലിം വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അർത്ഥം ശ്രദ്ധിക്കുക. ഇർതഖബ്തു അലൽ ഖതാ, ഞാൻ പാപത്തിന്റെ വാഹനത്തിൽ കയറി, ഗൈറ അസ്രിൻ, അറ്റമില്ലാതെ, വഅദദ്, എണ്ണമില്ലാതെ, അതായത് അറ്റവും എണ്ണവും ഇല്ലാതെ പാപമാകുന്ന വാഹനത്തിൽ കയറി എന്നാണ് അതിൽ പറയുന്നത്. ശേഷം
ലേക ഇസ്കു, താങ്കളോട് ഞാൻ ശിക്കായത്ത് ചോദിക്കുന്നു, അതായത് താങ്കളോട് ഞാൻ ആവലാതി പറയുന്നു, ഫീഹി, അതിൽ, അതായത് ആ വിഷയത്തിൽ, യാ സയ്യിദി, എന്റെ യജമാനരെ, ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപമോചനം തേടുകയാണ് ചെയ്യുന്നത്. നഊദു ബില്ലാഹ്, പടച്ചറബ് കാക്കട്ടെ. ശേഷം അതുപോലെ മറ്റൊന്നാണ് അന്ത മുൻജീന മിനൽ ഹുറഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. എന്താ പറയുന്നത്? ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നബിയെ അങ്ങാണ് ഞങ്ങളുടെ കാവൽ എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിൽ വല്ല സംശയവും ഏതെങ്കിലും സമസ്തക്കാരനുണ്ട് എന്നുണ്ടെങ്കിൽ അവരവരുടെ നേതാക്കന്മാരുമായിട്ടോ ഉസ്താദുമാരുമായിട്ടോ ഒന്ന് ചോദിച്ചു നോക്കുക, ഉസ്താദ് ഈ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത്. എന്നിട്ടും സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരക്കാർക്ക് വല്ല സംശയവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മങ്കൂസ് മൗലിദി വ്യാഖ്യാനം, മുക്കം മുഹമ്മദ് ബാക്കവി. ഇത് സമസ്തക്കാരുടെ പുസ്തകം തന്നെയാണ്. അഷ്റഫി ബുക്ക് സെന്റർ, തിരൂരങ്ങാടി. മാത്രമല്ല, ഞാൻ ഈ വായിക്കുന്ന മൗലൂദി കിതാബ് സമസ്തയുടെ കീഴിലുള്ള മദ്രസയിലെ പാഠപുസ്തകം അച്ചടിച്ചു വരുന്ന, അതായത് കെ മുഹമ്മദ് കുട്ടി ആൻഡ് സൺസ്, നൂറുൽ ഇസ്ലാം മദ്രസ, ചന്തപ്പടി, തിരൂരങ്ങാടി പ്രസ്സിൽ നിന്ന് അച്ചടിച്ചിറക്കിയ വളരെ പഴക്കം ചെന്ന കിതാബാണ്. അപ്പോൾ ഇതൊക്കെ ആധുനിക കാല വഹാബികൾ കടത്തിക്കൂട്ടി അച്ചടിച്ച് വിട്ടതാണ് എന്ന് പറഞ്ഞ് ആരും ഇനിയും തടിയുരാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്താൻ വിട്ടുപോയതിൽ ക്ഷമ ചോദിക്കുന്നു. ശേഷം അന്ത മുൻജീന മിനൽ ഹുറഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് കരിഞ്ഞു പോകുന്നതിനെ തൊട്ട് നബിയെ നിങ്ങൾ ഞങ്ങളെ കാക്കണേ നബിയേ എന്നാണ് അവിടെ പറയുന്നത്. ശേഷം അതായത് ഞങ്ങളുടെ പാപഭാരം കാരണം കണ്ണീരൊഴുക്കാനോ പൊട്ടിക്കരയാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല നബിയേ എന്നാണ് അവിടെ പറയുന്നത്. കാരണം അത്രമാത്രം തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മുർത്തതായി പോയേക്കാവുന്ന ഭീമമായ അബദ്ധ ജഡില വരികൾ ധാരാളം ഈ പോരിശയാക്കപ്പെട്ട് ചൊല്ലുന്ന മങ്കൂസ് മൗലൂദിൽ മാത്രമല്ല, സമസ്തക്കാരുടെ പോരിശയാർന്ന ഷറഫുൽ അനാ മൗലൂദിലും, ജാല മുഹമ്മദ് മൗലൂദിലും, സറന്ദീപ് മൗലൂദിലും, ബർസഞ്ചി മൗലൂദിലും തുടങ്ങിയ സിദ്ദീഖ് മൗലൂദ്, അലി മൗലൂദ്, ഫാത്തിമ മൗലൂദ്, സലാം മൗലൂദ്, അങ്ങനെ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത പല മൗലൂദിലും ഇതിനേക്കാൾ വലിയ ജഹാലത്തിന്റെ അബദ്ധ കൂമ്പാരങ്ങൾ കാണാനേ സാധിക്കൂ. എന്തിനേറെ പറയുന്നു, ഇവരുടെ മഹ്യുദ്ദീൻ ത്വരീഖത്തുകാരുടെയും റിഫാഹി ത്വരീഖത്തുകാരുടെയും അവരുടെ മൗലൂദുകളിൽ പരസ്പരം വാക്കേറ്റ മത്സരങ്ങളാണ് നടക്കുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വിശദീകരിച്ച് തന്നെ പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ, അബദ്ധങ്ങളില്ലാത്ത ഒരു മൗലൂദെങ്കിലും കാണിക്കാൻ സമസ്തക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല. അതിനുദാഹരണമാണ് സമസ്തക്കാരുമായി മുന്നേ നടന്ന ഒരു മൗലൂദ് ചർച്ചയിൽ ഈ മുസ്ലിയാർ പറഞ്ഞ ബാക്കിയുള്ള മൗലൂദ് ഏതൊക്കെയാണ് ശരിയെന്ന് നമ്മൾ പരിശോധിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ അന്ന് പോയ പോക്കാണ്. വർഷം ഇന്നേക്ക് 12 കഴിഞ്ഞിട്ടും പിന്നെ മൗലൂദിന്റെ ചർച്ചയിൽ ഈ മുസ്ലിയാരെ പിന്നെ ആരും കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഇതാണ് ഇവർ പള്ളിയിൽ വെച്ച് ചൊല്ലുന്ന പോരിശയാക്കപ്പെട്ട ഷറഫുൽ അനാ മൗലൂദ്. ഈ മൗലൂദിലെ വരിയാണ് അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. എന്താ അർത്ഥം? അബ്ദുക്കൽ മിസ്കീനു, മിസ്കീനായ നിന്റെ അടിമ, റസൂലിനോടാണ് പറയുന്നത്. മിസ്കീനായ നിന്റെ അടിമ, യർജു പ്രതീക്ഷിക്കുന്നു, ഫദ്ലകൽ ജമ്മ നിന്റെ എല്ലാ ഔദാര്യത്തെയും പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അൽ ഗഫീറു മാപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട്. ഫീക ഖദ് അഹ്സൻതു ലന്നി, ഫീക നിന്നിലാണ്, ഖദ് അഹ്സൻതു ഞാൻ ഏറ്റവും മികച്ചത്, ലന്നി എന്റെ വിചാരം, അതായത് നിങ്ങളെക്കുറിച്ചാണ് എന്റെ വിചാരം ഏറ്റവും നല്ലതാണ് എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ തരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അവിടെ പറയുന്നത് യാ ബഷീറു യാ നദീറു, അത് റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അതായത് യാ ബഷീറു യാ നദീറു, സന്തോഷ വാർത്ത അറിയിക്കുന്നവനെ, താക്കീത് നൽകുന്നവനെ, യാ നദീറു താക്കീത് നൽകുന്നവനെ, അത് നബിയുടെ സിഫത്തുകളാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ മുർത്തദായേക്കാവുന്ന ഇസ്ലാം നിഷിദ്ധമാക്കപ്പെട്ട അള്ളാഹു അല്ലാത്തവരുള്ള തേട്ടമാണ് നമ്മൾ ഇന്നേ വരെയും ഈ മൗലൂദുകളിൽ ഒരുപാട് കണ്ടത്. എന്നാൽ ഖുർആനിലെ 13-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് ലഹു ദഅവത്തുൽ ഹഖ്, അവനോട് മാത്രമാണ് ന്യായമായ പ്രാർത്ഥന. ആരോട്? അള്ളാഹുവിനോട്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗ്. അതായത് അള്ളാഹുവിന് പുറമെ അവർ ആരോടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരാരും യാതൊരു ഉത്തരവും നൽകുന്നവരല്ല. യബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗ്, അതായത് വെള്ളം തന്റെ വായിൽ തനിയെ വന്നെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും അതിന്റെ നേരെ നീട്ടിപ്പോകുന്നവനെ പോലെ മാത്രമാകുന്നു അവർ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സത്യനിഷേധികളുടെ പ്രാർത്ഥന അവർ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഖുർആൻ ഇത്ര വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സത്യവിശ്വാസികൾ മാത്രം അതിൽ പാഠം ഉൾക്കൊള്ളുക തന്നെ ചെയ്യുന്നുണ്ട്. ഇനി സമസ്തക്കാരുടെ ഫാത്തിമ മൗലൂദിലുള്ള മറ്റൊരു ബഹുരസാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു ആപ്പിളിന്റെ മരത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഴുത്ത ആപ്പിൾ പറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്രേ. അപ്പോൾ ജിബ്രീൽ ഈ ആപ്പിൾ കൊടുക്കുമ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആശംസിക്കുകയും ചെയ്തു പ്രവാചകനോട്. അപ്പോൾ ആ സ്വർഗ്ഗത്തിലുള്ള ആപ്പിൾ കഴിച്ചതിന് ശേഷം ഭാര്യയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫാത്തിമ റളിയല്ലാഹു പിറന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് ഹദീസിൽ ഉള്ളതല്ല കേട്ടാ, ഇത് ഫാത്തിമ മൗലൂദിലുള്ള സംഗതിയാണ്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിക്കുക. فلما حملت خديجة بفاطمة ووجدت رائحة الجنة 9 شهر.
അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദീജ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹുവിനെ 9 മാസം ഗർഭം ധരിച്ച സമയത്ത് ഖദീജ റളിയല്ലാഹുവിന് സ്വർഗത്തിന്റെ വാസന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഹദീസിൽ ഉള്ളതല്ല കേട്ടോ, ഇത് ഈ മൗലൂദിലുള്ളതാണ്. ശേഷം ശേഷം ഖദീജ ബി പ്രസവിച്ചപ്പോൾ ആ സ്വർഗത്തിന്റെ പരിമളം ഫാത്തിമ ബിയിലേക്ക് നീങ്ങി എന്നാണ് അതിൽ പറയുന്നത്. ശേഷം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലേഹ ശേഷം ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്താഖ ഇലൽ ജന്നതി ഫഖബല ഫാത്തിമ. റസൂലുള്ളാഹിക്ക് സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം തോന്നിയാൽ ഫാത്തിമ റളിയല്ലാഹു പോയിട്ട് ചുംബിക്കുമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഹദീസല്ല, മൗലൂദിലുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51ാമത്തെ വയസ്സിലാണ്. ശ്രദ്ധിക്കണം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് 11 വർഷത്തിന് ശേഷമാണ് മിഅ്റാജിന് പോയത്. അപ്പോൾ അതിനുശേഷമാണ്, അതായത് സ്വർഗത്തിലെ പഴം കഴിച്ചതിന് ശേഷമാണ് ഫാത്തിമ ബി ജനിച്ചത് എന്ന് മൗലൂദിൽ പറയുന്നു. ആ മൗലൂദിൽ തന്നെ കുറച്ച് വായിച്ചതിന് ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് അടുത്ത പേജിൽ ശ്രദ്ധിക്കുക. വലിദത്തു ഫാത്തിമത്ത് ഖബല നുബുവത്ത് 5 സിനീൻ, അതായത് നുബുവത്ത് കിട്ടുന്നതിന്റെ 5 വർഷം മുന്നെയാണ് ഫാത്തിമ ബി ജനിച്ചത് എന്ന് ഈ മൗലൂദിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിളിന്റെ ഒരു കള്ളക്കഥ പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് അവർ ഓർത്തിട്ടില്ല. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് 40ാമത്തെ വയസ്സിലാണ്. അതിന് 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ 35ാം വയസ്സിലാണ് ഫാത്തിമ ബി ജനിച്ചത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മൗലൂദിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51ാമത്തെ വയസ്സിൽ മിഅ്റാജിന് പോയപ്പോൾ ജിബ്രീൽ കൊടുത്ത സ്വർഗത്തിലുള്ള ആപ്പിൾ കഴിച്ചിട്ടാണ് 35ാമത്തെ വയസ്സിൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബിയെ പ്രസവിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വഅ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പോൾ മലക്കുകൾ ആമീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യ കൂമ്പാരങ്ങൾ പ്രമാണമാക്കി അതും തലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ പണ്ട് പറഞ്ഞതുപോലെ ഇവരെ ഇന്നും ഖുറാഫി എന്ന് വിളിക്കേണ്ടി വരുന്നത്. മാത്രമല്ല ഇത് ഇവരുടെ വേറൊരു മൗലൂദാണ്. ഇത് നോക്കൂ. അൻതല്ലദി അല്ലംതന ലാ ഐന ഇല്ലല്ലാ, അൻതല്ലദി അല്ലംതന ലാ അൻഫ ഇല്ലല്ലാ, അൻതല്ലദി അല്ലംതന ലാ ഉദ്ന ഇല്ലല്ലാ, ലാ സമഅ ഇല്ലല്ലാ, ലാ ബസ്റ ഇല്ലല്ലാ, ലാ സിന്ന ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മൗലൂദിന്റെ വരികൾ ഇതിലുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ അംഫ, ഉദ്ന, സമഅ, ബസ്റ, റിജ്ല്, യദ്, ലിസാൻ തുടങ്ങിയ പലതിന്റെ പേരും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ ഒരുപാട് ചൊല്ലിയതായിരുന്നു. അന്നൊന്നും ഇതിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. അതായത് അന്തല്ലതി അല്ലംതന, അന്ത നീ, അല്ലതി എങ്ങനത്തവനാണ്, അല്ലംതന ഞങ്ങളെ പഠിപ്പിച്ചത്, ലാ ഐന കണ്ണില്ല, ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അള്ളാഹു അല്ലാതെ കണ്ണില്ല, അതേപോലെ അള്ളാഹു അല്ലാതെ മൂക്കില്ല, അതേപോലെ അള്ളാഹു അല്ലാതെ ചെവിയില്ല, അള്ളാഹു അല്ലാതെ നാവില്ല തുടങ്ങി കൈയില്ല, കാലില്ല, തലയില്ല തുടങ്ങിയ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അല്ലാതെയും വെച്ചുകൊണ്ടുള്ള ഈ ദിക്ർ നമ്മൾ ചെറുപ്പത്തിൽ ചൊല്ലുന്ന സമയത്തൊക്കെ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടെന്നാണ് വിചാരിച്ചത്. അതും നമുക്കാർക്കും കാണാൻ കഴിയാത്ത വലിയ അർത്ഥമായിരിക്കുമെന്നാണ് ഉസ്താദുമാരൊക്കെ നമുക്ക് അന്ന് പഠിപ്പിച്ചു തന്നത്. ഇത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലോ ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നും ഇതെല്ലാം ഇന്നത്തെ പുത്തൻവാദികൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പിന്നീട് ഇന്ന് മനസ്സിലാക്കിയപ്പോൾ അൽഹംദുലില്ലാ അതിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ബൈത്താണ് സലാം ബൈത്ത്. ഈ ബൈത്തിൽ കാണുന്നു അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അതായത് പാപങ്ങൾ മായ്ച്ചു കളയുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം. എന്നാൽ വമയ്യഫറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അതായത് പാപങ്ങൾ ഇല്ലാതെയാക്കാൻ, പുറത്തു തരാൻ, അതായത് മായ്ച്ചു കളയാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവര് ഇവിടെ അള്ളാഹുവിന്റെ സിഫത്തുകൾ പടപ്പുകളിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പങ്കുകാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, അതായത് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം. ഇതൊക്കെ പടപ്പുകളോടാണ് അവർ പറയുന്നത് എന്നിങ്ങനെ തുടങ്ങിയ നിരവധി അപകട കൂമ്പാരങ്ങളാണ് ഇവരുടെ മുഴുവൻ മാലയിലും മൗലൂദുകളിലും ഒക്കെ ആയിട്ടുള്ളത്. മാത്രമല്ല ഇവരെ പ്രധാനപ്പെട്ടതിൽപ്പെട്ട ഈ മങ്കൂസ് മൗലൂദിന്റെ 1ാമത്തെ വരിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതാണ് സുബ്ഹാനല്ലദി അത്ലഅ ഫീ ഷഹ്ർ റബീഉൽ അവ്വൽ ഖമർ റബീഉൽ ഹുദാ, അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗ പ്രവാചകനായ ചന്ദ്രനെ ഉദിപ്പിച്ച അള്ളാഹു പരിശുദ്ധൻ തന്നെ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ള കാര്യത്തിൽ നിരവധി പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നു, മഹാനായ മുഹ്യിദ്ദീൻ ഷേഖ് റഹിമഹുള്ളയുടെ സ്വന്തം കിതാബായ ഉന്യയിൽ എഴുതിയിരിക്കുന്നത് വൽദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഷഹ്രി മുഹറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തിലാണ് ജനിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ കിതാബൊക്കെ ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇത്തരം അബദ്ധത്തിൽ ചെന്ന് ഇവർ ചാടില്ലായിരുന്നു. ശേഷം പറയുന്നത് ശ്രദ്ധിക്കുക. വാ ഔജദനൂറ ഖബല ഖൽഖിൽ ആലം, അതായത് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നബിയുടെ പ്രകാശം അവൻ സൃഷ്ടിച്ചു. ആ ഒരു അർത്ഥമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മങ്കൂസ് മൗലിദി വ്യാഖ്യാനത്തിന്റെ മുക്കം മുഹമ്മദ് ബാക്കവി സമസ്തയുടെ മുസ്ലിയാർ എഴുതിയ ആ പുസ്തകത്തിന്റെ അർത്ഥമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ശേഷം വസമ്മാഹു മുഹമ്മദ്, അവർക്ക് മുഹമ്മദ് എന്ന് പേരും നൽകി. അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന മാതാവ് ആമിന ബീവിക്കും പിതാവ് അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് നൽകാൻ അള്ളാഹു തോന്നിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് പ്രമാണമൊന്നുമില്ല കേട്ടോ. അതിന് അവർ പ്രമാണമായി അവിടെ കൊടുത്തിരിക്കുന്നത് മവാഹിബ് എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഇനി ആ മവാഹിബ് എന്ന് പറയുന്ന കിതാബ് പരിശോധിച്ച് നോക്കിയാൽ അവർ അവിടെ പ്രമാണമായി കൊടുത്തിരിക്കുന്നത് മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ കിതാബാണ്. അതായത് ഒരു വഴിപോക്കൻ ഒരു നാട്ടുകാരനോട് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിന്റെ അടുത്താണെന്ന്. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന്. അപ്പോൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണെന്ന്. എന്ന് പറഞ്ഞ പോലെയാണ് മങ്കൂസ് മൗലിദിന്റെ ഈ വരിയുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഒരു മൗലൂദിനും ആധികാരികമായ തെളിവുകൾ കാണാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.